നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്രിസ്ത്യാനോ റൊണാൾഡോയോട് പിയേഴ്സ് മോർഗൻ ചോദിക്കുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള ഇൻ്റർവ്യൂ വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്, കാണേണ്ട ഒന്നാണ്. അത് ക്രിസ്ത്യാനോയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 2 പാർട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, തീർച്ചയായിട്ടും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, അധികം വൈകാതെ അതുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനതിന് പ്രിപ്പയർഡ് ആയിരിക്കും, റിട്ടയർമെൻറ്റിന് പ്രിപ്പയർഡ് ആയിരിക്കും, പക്ഷേ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നായിരിക്കും. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ കരയും, കാരണം ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്, ഞാനൊരു ഹോണസ്റ്റ് ഗൈ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഫുട്ബോൾ കഴിഞ്ഞാൽ പിന്നെ അത്ര സന്തോഷം നൽകുന്ന മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും റിട്ടയർമെൻറ്റിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്നുള്ള അദ്ദേഹം പറയുന്നത്, അതായത് കൂടുതൽ ഫാമിലി മാനായിട്ട് ക്രിസ്ത്യാനോ ജൂനിയറുടെ കാര്യങ്ങൾ ഒന്ന് നോക്കി, അതുപോലെ തന്നെ മറ്റു മക്കളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി, അങ്ങനെ ഫാമിലി മാനായിട്ട് കൂടുതൽ മുഴുകി ജീവിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു 26-27 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ താൻ പ്രിപ്പയർഡ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം, കാരണം വീഡിയോ പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കുകയാണ്. നോക്കാം നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. Yes. Have you got in your head an age when that may happen? Soon, but I think I will be prepared. It will be tough, of course. It will be difficult, yes. Probably I will cry, yes. Yeah, normal. And I'm easy guy to cry. I'm not keep my feelings. I'm honest. I'm open person. No, you are. Yes. Will be very, very difficult, yes. But please, I prepare my future since 25, 26, 27 years old. I prepare my future. So I think I will be capable to support that pressure that... What could bring you... അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സൂൺ റിട്ടയർമെൻറ്റ് ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒന്നായിരിക്കും. ചിലപ്പോൾ ഞാൻ കരയും, ഞാൻ വളരെ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്, ഞാൻ ഹോണസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാവും. പക്ഷേ ആ ഒരു സന്ദർഭം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 25-26 വയസ്സൊക്കെ ആയ ഘട്ടത്തിൽ തന്നെ ഭാവിക്ക് വേണ്ടി താൻ പ്രിപ്പയർഡാണ് എന്നുകൂടി അദ്ദേഹം അതിൽ എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ഫുട്ബോൾ നൽകുന്ന പോലെയുള്ള സന്തോഷം മറ്റെന്തെങ്കിലും നൽകുമോ എന്നുള്ള ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കാം. ഫുട്ബോളിന് പുറത്തുള്ള എന്താണ് നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു സന്തോഷം നൽകുക എന്ന ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി നത്തിങ് ആണ്, ഒന്നുമില്ല. The adrenaline that we have for football to score a goal will go this way. But as I say, everything have the beginning, everything have the end. എല്ലാറ്റിനും തുടക്കം എല്ലാറ്റിനും അവസാനം ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, മറ്റ് പാഷൻസ് ഉണ്ട്. I'm going to have more time for my family, to raise my kids, especially the Bella that they have 3 years old, that I start to feel when I travel and stay so many days in a hotel with the team, kind of a rush. I want to follow Cristiano Junior because it's in the moment of the age that they're a little bit stupid, they do stupid things. Normal, because I did the same. I want to Matteo, that I love football as well. I want to be a more family person, more present. ആണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് മക്കളുടെ കാര്യം, ഇപ്പോൾ ക്രിസ്ത്യാനോ ജൂനിയറുടെ കാര്യം, ബെല്ലയുടെ കാര്യം പറയുന്നു, അതുപോലെ തന്നെ മറ്റ് മക്കളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവരെയൊക്കെ നോക്കിയിട്ട് കൂടുതൽ ഫാമിലി പേഴ്സണായിട്ട് ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ കളിയിൽ നിന്ന് റിട്ടയർ ചെയ്താൽ എന്ന് തന്നെ ക്രിസ്ത്യാനോ വ്യക്തമായി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.